എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഒരു പുതിയ പാട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ പാട്ടിൻ്റെ ലിങ്ക് നമ്മളുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിടുന്നുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ വൈകുന്നേരം ഇന്ത്യൻ സമയം 7 മണിക്ക് ആ പാട്ട് ഞങ്ങളോടൊപ്പം കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ രാജാവായിരുന്നു ശലോമോൻ. ദൈവവചനം അത് തന്നെയാണ് പറയുന്നത്. ശലോമോനെ അറിയാൻ മേലാത്തവരാരുമില്ല, അല്ലേ? ശലോമോൻ രാജാവാണ് ഈ ബൈബിളിലെ പ്രോവർബ്സ് മാക്സിമവും എഴുതിയിരിക്കുന്നത്, ഈ സദൃശവാക്യങ്ങൾ. അപ്പോൾ സദൃശവാക്യങ്ങൾ വായിച്ചിട്ടാണ് നമ്മളൊക്കെ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുകയോ എന്തോ എല്ലാം ചെയ്യണം. സദൃശവാക്യത്തിൽ നിന്ന് നമുക്ക് ചില ബുദ്ധികളൊക്കെ കിട്ടും, ഇല്ലേ? പിള്ളേരോട് നമ്മൾ പറയും, ബുദ്ധി കിട്ടണമെങ്കിൽ സദൃശവാക്യം വായിക്കണം, പ്രോവേർബ്സ് വായിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ്റെ സ്വന്തം മകന് അപ്പൻ്റെ ബുദ്ധിയില്ലാതായിപ്പോയി. എന്തായിരിക്കും കാരണം? കാരണം ഈ സദൃശവാക്യം എഴുതുമ്പോൾ തന്നെ പല ചാപ്റ്റേഴ്സും തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? എൻ്റെ മകനെ, മൈ സൺ, ലിസൺ ടു യുവർ ഫാദേഴ്സ് ഇൻസ്ട്രക്ഷൻ, നിൻ്റെ പിതാവ് പറയുന്ന നീ കേൾക്ക്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ബുദ്ധിയെല്ലാം പറഞ്ഞു കൊടുക്കണേ. ചിലടത്ത് മക്കളെ, എല്ലാ മക്കളോടും പറയുന്നുണ്ട്, മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. അങ്ങനെ ഒരു ഒരു എല്ലാവരെയും ഇങ്ങനെ ഒന്ന് മക്കളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ ബുദ്ധിമാനായ പിതാവ് ഈ ബുദ്ധിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ശലോമോൻ്റെ ഒറ്റ മക്കൾക്കും അപ്പൻ്റെ ബുദ്ധി കിട്ടിയതായിട്ട് ബൈബിളും പറയുന്നില്ല, ചരിത്രവും പറയുന്നില്ല. അതിലൊക്കെ ഉപരിയായി പറയുന്ന ഒരു കാര്യമുണ്ട്. ശലോമോൻ്റെ മകൻ രഹോബോം രാജാവായപ്പോൾ രഹോബോമിനെ കുറിച്ച് പറയുന്നത്, ബുദ്ധിയില്ലെന്ന് മാത്രമല്ല, അവനൊരു മൂഢനായിപ്പോയി, മൂഢനെ പോലെ പ്രവർത്തിച്ചു. ഇത് നമ്മൾ വായിക്കുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ആ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആ ചരിത്രം മുഴുവനും കാണാൻ സാധിക്കും. എങ്ങനെ അവൻ പിതാവിൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ബുദ്ധിമാന്മാരായിരിക്കുന്ന മനുഷ്യർ പറഞ്ഞതൊക്കെ അവൻ കേൾക്കാതെ സ്വന്തം കൂട്ടുകാർ പറയുന്നത് മാത്രം കേട്ട് അവൻ്റെ ജീവിതം, ആ രാജ്യം മുഴുവനും തകർന്നു പോകുന്ന രീതിയിൽ അവൻ ചില പ്രവർത്തനങ്ങൾ ചെയ്തു. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം, അത് ബുദ്ധിക്കെതിരാ, അത് വിവേകത്തിനെതിരായിട്ട് നിൽക്കും. ആരുടെ ഹൃദയത്തിൽ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നോ ആ വ്യക്തിക്ക് നമ്മൾ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അവരത് സ്വീകരിക്കത്തില്ല, അവർക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്തെന്നറിയോ? അതിനൊരു ഉദാഹരണമായിട്ട്, ഒരു ഇല്ലസ്ട്രേഷനായിട്ടാണ് ഞാനിപ്പോൾ ഈ 2 ഗ്ലാസ്സുകൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് നിറയെ നിൽക്കുന്നത് ഈ കറുത്ത സാധനം അഹങ്കാരമായിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. ഈ ഗ്ലാസ്സിനകത്ത് കാണുന്ന ഈ വെള്ളമാണ് ബുദ്ധി അല്ലെങ്കിൽ വിവേകം. നമ്മൾ ഈ അഹങ്കാരം ഹൃദയത്തിൽ നിറച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എത്ര വിസ്ഡം പറഞ്ഞു കൊടുത്താലും അത് ഇങ്ങനെ ഇരിക്കും. അത് അവിടെ എല്ലാം ഒഴുകി ഓവർഫ്ലോ ആയി അകത്തേക്കൊന്നും പോകുന്നില്ല, എല്ലാം പുറത്തേക്ക് പോകത്തേ ഉള്ളൂ. കാരണം ഹൃദയം നിറയെ അഹങ്കാരമാണ്. ഇതാണ് പ്രശ്നം ഈ രഹോബോമിന് പറ്റിയത്. ഹൃദയം നിറയെ അഹങ്കാരമായതുകൊണ്ട് പിതാവ് പറഞ്ഞ ബുദ്ധി അവന് സ്വീകരിക്കാൻ ഒത്തില്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ്റെ മകനാന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ട് എന്ത് കാര്യം? അപ്പൻ്റെ ബുദ്ധിയൊന്നും അവന് ലഭിച്ചില്ല. അതുപോലെ തന്നെ അപ്പൻ്റെ കൂട്ടുകാർ പറഞ്ഞ ബുദ്ധിയൊന്നും അവന് സ്വീകരിക്കാൻ സാധിച്ചില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ പലരെയും പല കാര്യങ്ങൾ തന്ന് അനുഗ്രഹിച്ചു കാണും. ചിലപ്പോൾ ഞാൻ ഭൗതിക കാര്യങ്ങളിലേക്ക് പോകുന്നേയില്ല. കാരണം ഭൗതിക കാര്യങ്ങൾ, ഭൗതിക നന്മകൾ ലഭിക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് അഹങ്കാരം വരുന്നത്. ഓക്കെ, ഭൗതിക നന്മകൾ ഇല്ലെങ്കിൽ തന്നെ ആത്മീയ അനുഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും അവിടെയും അഹങ്കാരം കയറി വരും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. ദൈവവചനത്തിൽ പറയുന്ന, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമാണ്, ഫോർ ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഹി ഗീവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് അഹങ്കാരികളെ ഇഷ്ടമല്ലെന്നല്ല, അഹങ്കാരി എന്ത് ചെയ്താലും അതിനെ എതിർക്കുന്ന ആരാന്നറിയോ? മനുഷ്യനല്ല, പിശാചല്ല, ദൈവം തന്നെയാണ്.
ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ഈ അഹങ്കാരം. അതുകൊണ്ട് ഹൃദയത്തിനകത്ത് അഹങ്കാരം ആരെങ്കിലും നിറച്ചു വെച്ചിട്ടുണ്ട്, നമ്മളെ തന്നെ, ഇപ്പം എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ആർക്കും നോക്കിയാൽ മനസ്സിലാവത്തില്ല. അത് ഞാൻ തന്നെ ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി ശോധന ചെയ്യണം. അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ അഹങ്കാരം ഉണ്ടോയെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. അത് നമ്മൾ തന്നെ സ്വയം ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. കാരണം താഴ്മയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവം അവൻ്റെ കൃപ നൽകി കൊടുക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. താഴ്മയുണ്ടെങ്കിൽ, ഇപ്പോൾ രഹോബോവിൻ്റെ ഹൃദയത്തിൽ ഈ അഹങ്കാരം നിറഞ്ഞിരിപ്പില്ലായിരുന്നെങ്കിൽ, താഴ്മയായിരുന്നെങ്കിൽ, ഒരു ഖാലി ഗ്ലാസ് ആയിരുന്നെങ്കിൽ അപ്പൻ്റെ എല്ലാ ബുദ്ധിയും അവന് ലഭിച്ചേനെ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ദൈവഭയത്തോടുകൂടി ജീവിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മൾക്കിത് പറഞ്ഞു കൊടുക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഇന്ന് വൈകിട്ടത്തെ പാട്ട് 7 മണിക്ക് റിലീസ് ചെയ്യുന്ന പാട്ട് കേൾക്കാനും മറക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.